ആ റിപ്പോർട്ട് വെച്ച് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറയാം, റിപ്പോർട്ടിനുള്ളിൽ ഒന്നുമില്ല, ഇത്രയും വലിയൊരു ട്യൂമർ ഫുള്ള് സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ ട്യൂമറിൻ്റെ സ്ഥാനത്ത് ഒരു വകയില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എന്താവും. എനിക്ക് അമ്മയോട് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. നിങ്ങളോട് ഞാൻ ഈ സാക്ഷ്യം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, സാക്ഷ്യം പറയാൻ പോകരുത്, യൂട്യൂബിൽ ഇത് കാണും, ഇത് കണ്ടാൽ വലിയ പ്രശ്നമാവും, അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന് പോലും. പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ഈ കുഞ്ഞിനെ ഈ നടയിൽ കൊണ്ടിരുത്തി സാക്ഷ്യം പറയിപ്പിക്കും. ഏത് ജാതിയോ മതമോ അതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി മോൾക്ക് മരുന്ന് കഴിക്കണ്ട, മരുന്ന് നിങ്ങൾ കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, മോളെ കോളേജിൽ പഴയപടി വിട്ടോളാൻ. അപ്പം ഒരു സൈഡ് തളർന്ന്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും, ഞാനായതുകൊണ്ടാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു ഡയപ്പർ മാത്രം കുഞ്ഞിനാരെയും തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. ഒരു അമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞിനെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും. ഒരു പെൺകുഞ്ഞല്ലേ, നമുക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ മോളെയും വെച്ചിട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥന. മോള് പിന്നെ 24 hours അച്ഛൻ്റെ പ്രാർത്ഥന ഫുൾ ടൈം. അവൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരം അന്നത്തോടെ പോയെങ്കിലും ഇപ്പം കുറേ അധികം സംസാരിക്കാൻ തുടങ്ങി. നടക്കാൻ അവൾ 5 പടിയൊക്കെ സുഖമായിട്ട് നടന്നു തുടങ്ങി. ഇനി മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ സംസാരം തിരിച്ചു തരും. എൻ്റെ കുഞ്ഞ് കോളേജിൽ ഞാൻ ചേർക്കാൻ അഡ്മിഷൻ പോയി എടുത്ത് 2 വർഷം പോയി, 3ാമത്തെ വർഷമാണ് പഠിക്കാൻ പറ്റാത്ത. അപ്പോൾ 1 വർഷം പോയി. വീണ്ടും അവളെ തിരിച്ച് പഴയപടി കോളേജിലാക്കണം. അതിന് മുന്നേ ഞാൻ അവിടെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള പള്ളിയിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ ഈ പേര് നിന്നിലാൽ ഞാൻ ഇവളെ അറിയിക്കപ്പെടും ലോകത്തെ. ഈശോയും മറിയവും ചേർന്ന് എൻ്റെ മോളുടെ ഇപ്പം ഇരിക്കുന്ന പേര് മാറ്റിയിട്ട് ഞാൻ ഇമ എന്ന രീതിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ് നിന്നെ അറിയിക്കും, ലോകം മൊത്തം അവളെ ഇമ എന്ന പേരിൽ അറിയപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ അഫിഡവിറ്റ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത്, അഫിഡവിറ്റും കൊടുത്തിട്ടാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത്. എനിക്ക് അത്രയും എൻ്റെ മാതാവ് തന്നു. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും എൻ്റെ മാതാവ് നടത്തി തന്നു. അപ്പോൾ എനിക്ക് അതാ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാൾ. ആ ഒരു സമയത്തിന് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതുപോലും എൻ്റെ മാതാവായിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇനിയും എൻ്റെ കുഞ്ഞിന് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും, എൻ്റെ വിശ്വാസം പോലെയാണ് നിങ്ങളുടെയും വിശ്വാസം. നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശംസ എൻ്റെ കുഞ്ഞിനോട് എന്നും നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഇനി എന്തായാലും ഞാൻ ഡോക്ടറോട് എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വരുമോ? ദൈവത്തിന്, ഞാനും ഡോക്ടറാണ്, എനിക്ക് മേളിൽ ദൈവം ഉണ്ടെന്നുള്ളതാണ്, ഈ കുഞ്ഞാണ് അതിന് സാക്ഷി. അതുകൊണ്ട് ഇനി ദൈവത്തിൽ മാത്രം നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി.